വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ സുപ്രധാന ഘടകമാണ് യുവജനത. വികസിത ഭാരതം എന്ന പൊതുലക്ഷ്യം കൈവരിക്കുന്നതിനായി യുവജനതയുടെ ഊർജ്ജം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നാണ് വികസിത് ഭാരത് 2047 വോയിസ് ഓഫ് യൂത്ത് സംരംഭത്തിന്റെ ഉദയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. യുവശക്തിയുടെ പ്രാധാന്യത്തെ അടിവരയിടുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും. വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്ത് പരിപാടി സംഘടിപ്പിച്ചതിന് സംസ്ഥാന ഗവർണർമാരെ പ്രശംസിച്ചാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. രാഷ്ട്രം വികസിക്കുന്നത് ജനങ്ങളുടെ വികസനത്തിലൂടെ മാത്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമൃതകാലത്ത് രാജ്യം വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഇത് ശരിയായ സമയമാണ്. അമൃതകാലത്തിന്റെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്താനാവണം. അടുത്ത 25-30 വർഷത്തേക്ക് തൊഴിലെടുക്കുന്ന പ്രായത്തിലുള്ള ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നിലായിരിക്കുമെന്നും ലോകം ഇത് തിരിച്ചറിയുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मैं सभी गवर्नर्स को विशेष बधाई दूंगा कि उन्होंने विकसित भारत के निर्माण से जुड़ी इस वर्कशॉप का आयोजन किया है. ये एक तरह से उस देश का अमृतकाल होता है. भारत के लिए ये अमृतकाल इसी समय आया है. ये भारत के इतिहास का वो कालखंड है जब देश एक क्वांटम जंप लगाने जा रहा है. യുവശക്തി മാറ്റത്തിന്റെ ചാലകശക്തിയും ഗുണഭോക്താക്കളുമാണ്. അടുത്ത 25 വർഷം ഇന്നത്തെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന യുവാക്കളുടെ കരിയറിന് ഇത് നിർണായകമാകും. ഭാവിയിൽ പുതിയ കുടുംബങ്ങളും പുതിയ സമൂഹവും സൃഷ്ടിക്കാൻ പോകുന്നത് യുവാക്കളാണ്. വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. ഈ മനോഭാവത്തോടെ രാജ്യത്തെ ഓരോ യുവാക്കളെയും വികസിത ഇന്ത്യയുടെ കർമ്മപദ്ധതിയുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये भारत के इतिहास का वो कालखंड है जब देश एक क्वांटम जंप लगाने जा रहा है. हमारे इर्द गिर्द ही ऐसे अनेक देशों के उदाहरण हैं जिन्होंने एक तय समय में ऐसा ही क्वांटम जंप लेकर खुद को विकसित बना लिया. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള നയപരമായ തന്ത്രത്തിലേക്ക് രാജ്യത്തെ യുവാക്കളുടെ ശബ്ദം രൂപപ്പെടുത്തണം. ഈ ലക്ഷ്യത്തിൽ യുവാക്കളുമായി പരമാവധി സമ്പർക്കം പുലർത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയും. വികസിത ഭാരതത്തെ പരീക്ഷാ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം, തയ്യാറെടുപ്പ്, അർപ്പണബോധം, ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായ അച്ചടക്കം നിലനിർത്തുന്നതിൽ കുടുംബങ്ങളുടെ സംഭാവന എന്നിവ പരാമർശിച്ചു. രാജ്യത്തെ പൌരന്മാരെന്ന നിലയിൽ എല്ലാവർക്കും ഒരു പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃതകാലത്തിന്റെ 25 വർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി 24 മണിക്കൂറും നാം പ്രവർത്തിക്കണം. ഒരു കുടുംബം എന്ന പോലെ നാം സൃഷ്ടിക്കേണ്ട അന്തരീക്ഷമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एक भी पल गंवाना नहीं है. साथियों, हम सभी के सामने प्रेरणा के लिए आजादी का हमारा लंबा संघर्ष भी है. जब हम एक ध्येय के साथ, एक जोश, एक जज्बे के साथ आजादी को अंतिम लक्ष्य मानकर मैदान में उतरे, तब हमें सफलता मिली. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മഹത്തായ പോരാട്ടം നമുക്ക് മുൻപോട്ടുള്ള യാത്രയിൽ വലിയ പ്രചോദനമാണ്. സത്യാഗ്രഹം, വിപ്ലവപാത, നിസ്സഹകരണം, സ്വദേശി, സാമൂഹികവും വിദ്യാഭ്യാസപരമായ പരിഷ്കാരങ്ങൾ തുടങ്ങിയ ഓരോ ഉദ്യമവും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സമർപ്പിതരായ ഒരു തലമുറയാകെ ഉയർന്നു വന്നു. അവരുടെ എല്ലാ ശ്രമങ്ങളും സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും ഓരോ വ്യക്തിയും എല്ലാ ശ്രമങ്ങളും പ്രവർത്തനങ്ങളും വികസിത ഭാരതം എന്ന ദൃഢനിശ്ചയവുമായി മുന്നോട്ട് നീങ്ങണം.
ഇത് പ്രാവർത്തികമാക്കി മാറ്റുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനെക്കുറിച്ച് അധ്യാപകരും സർവകലാശാലകളും ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഭാരതം അറ്റ് 2047 എന്ന മുന്നേറ്റത്തിന് സംഭാവന നൽകാൻ എല്ലാവരും അവരുടെ പരമാവധി പരിശ്രമിക്കണം. ഈ പ്രചാരണവുമായി കൂടുതൽ യുവാക്കളെ ബന്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും പ്രത്യേക യജ്ഞങ്ങൾ നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ऐसे अनेक संस्थानों ने देश की चेतना को सशक्त किया. यही वो कालखंड था जब हर धारा में युवाओं के भीतर आजादी को लेकर नई चेतना का संचार हुआ. आजादी के लिए समर्पित एक पूरी युवा पीढ़ी खड़ी हो गई. വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കാനായി പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. 5 വ്യത്യസ്ത വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ഇതിൽ അവസരം ലഭിക്കും. മികച്ച 10 നിർദ്ദേശങ്ങൾക്ക് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. MyGov വഴിയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. രാജ്യത്തിന്റെ ദേശീയ പദ്ധതികൾ, മുൻഗണനകൾ, ലക്ഷ്യങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തെ യുവാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിന് അനുസൃതമായി വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടിലേക്ക് ആശയങ്ങൾ സംഭാവന ചെയ്യുന്നതിനായി രാജ്യത്തെ യുവാക്കൾക്ക് വേദിയൊരുക്കുകയാണ് വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്ത് ഉദ്യമം.